പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ആ ശനിയാഴ്ച ഏതോ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ കബീർ സാറ് വിളിച്ച് പോയിരുന്നോ ഇഫ്താറിന് അബുദാബി ഗ്രാൻഡ് മോസ്കിലേക്ക് എന്ന് ചോദിച്ചത്. പിന്നെ എന്നോട് പറഞ്ഞാൽ എന്തായാലും ഞാൻ ചാടിക്കയറി പുറപ്പെടുന്നറിയാവുന്നതുകൊണ്ട് ഇത് ഓക്കെ പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഡബിൾ ഓക്കെ. അങ്ങനെ പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഒരു 3 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ദുബായിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇഫ്താറിൻ്റെ സമയം 6:30 ആണെങ്കിലും നമുക്കവിടെ നേരത്തെ തന്നെ എത്തണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലം കിട്ടില്ല. നിങ്ങൾക്ക് കാണാം ഇത്രയും തിരക്കുണ്ട്. പിന്നെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തലയും തട്ടിടണം, പിന്നെ കൈയും കാലൊക്കെ ഫുള്ളായിട്ട് മറയ്ക്കണം. എൻ്റെ കൈ ഒരു ഹാഫ് കൈ ഡ്രസ്സാണ് ഞാനിട്ടത്, അതുകൊണ്ട് അവർ എന്നെ ഉള്ളിലേക്ക് കയറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഒരു കടയിൽ ചെന്നിട്ട് ഹാൻഡ് മറയ്ക്കാനുള്ള ഒരു ഗ്ലൗസ് വാങ്ങിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത്. നിങ്ങൾക്ക് കാണാം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഫുഡ് പാക്കറ്റുകളൊക്കെ നന്നായിട്ട് അടക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ചുറ്റും പല പല നാഷണാലിറ്റീസിലുള്ള ജാതി മതഭേദമന്യേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ ഇറ്റലിയിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. ഇറ്റലിയിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ പല പല ആൾക്കാർ, പല പല ദേശക്കാർ ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇഫ്താറിൻ്റെ സമയമാവാൻ കാത്തിരിക്കുകയായിരുന്നു. ആ പെട്ടിയിൽ എന്താണെന്നുള്ളത് ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ചില ഫേക്ക് റീൽസിലൊക്കെ പറഞ്ഞ പോലെ ഒരു 500 രൂപയുടെ ഇഫ്താർ കിറ്റിൻ്റെ കൂടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇഫ്താർ ആവാറായപ്പോൾ തന്നെ പെട്ടി തുറന്നപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ട്, ഈന്തപ്പഴമുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, സലാഡുണ്ട്, ലബനപ്പുണ്ട്, കുറച്ച് വാട്ടറുണ്ട്, വേറെ ജ്യൂസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമുക്ക് നോമ്പ് തുറയ്ക്കുള്ള സമയമായി. ഭക്ഷണം കഴിച്ച് എല്ലാവരും ഒക്കെ പോകാൻ തുടങ്ങി. ഞാനും പതുക്കെ ആക്ച്വലി ഞങ്ങൾ 2 ബോക്സ് കിട്ടിയെങ്കിലും ഞാനും ഹസ്ബൻഡും ഒരു ബോക്സ് ആണ് കഴിച്ചത്. കാരണം അത്രയ്ക്കധികം ക്വാണ്ടിറ്റി ഉണ്ട്, വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് മറ്റേ ബോക്സ് ഞങ്ങളുടെ കൂടെ എടുത്തു. എന്നിട്ട് അങ്ങനെ പതുക്കെ തിരിച്ചടക്കാൻ തുടങ്ങി. തിരിച്ചടക്കുമ്പോൾ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല തിരക്കുണ്ടാണ്. നിങ്ങൾക്ക് കാണാം 35,000 പേരോളമാണ് ഓരോ ഇഫ്താറിനും ഇവിടെ വരണത്. അപ്പോൾ വേറൊരു ദിവസം പള്ളിയുടെ ഉള്ളിൽ കയറാം എന്ന് കരുതി പള്ളിയുടെ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ തിരിച്ചു പോയി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും UAE ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നാളെയും കൂടി ഉള്ളൂ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത വർഷമാണെങ്കിലും ഒരിക്കലെങ്കിലും ഇവിടെ വരണം. ഒരു നല്ലൊരു പ്ലേസാണ്. ഇവർ ഇത്രയും ആൾക്കാർക്ക് ഇവിടെ ഇഫ്താർ കിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും എല്ലാം വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഒട്ടും തിരക്കൊന്നും ഇല്ലാതെ എല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പോലും എനിക്ക് അത്ഭുതം തോന്നി. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്കറിയാം. തിരക്ക് മാനേജ് ചെയ്യുന്നത് എളുപ്പമല്ല. അങ്ങനെ അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. ടാറ്റ, ബൈ ബൈ. നിങ്ങൾക്കൊക്കെ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.